ഹായ് ഹലോ. ഒലിവ് അക്കാഡമിയുടെ CUET അക്കൗണ്ടൻസി ആൻഡ് ബുക്ക് കീപ്പിംഗ് എക്സാമിനേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം കണ്ടിരുന്നു. അവിടെ നമ്മൾ 5 ഫൈനൽ അക്കൗണ്ട്സുകളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനുള്ളത് എന്ന് സംസാരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പിന്നെ എന്താണ് ഫൈനലി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, 2 മെത്തേഡ്സുകൾ പഠിച്ചു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലോസുകൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം താമസിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2 അതിൽ കൂടുതലോ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ അവർ കൊണ്ടുവന്നിരുന്ന ക്യാപിറ്റൽ എത്ര രൂപ വീതം വെച്ചാണോ അതിൻ്റെ റേഷ്യോയിലായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് അഥവാ ലോസ് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യാം, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര രൂപ ഇത്ര റേഷ്യോയിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇത് നോർമലി എവിടെ റെക്കോർഡ് ചെയ്യണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? നോർമലി ഈ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. അത് അതിനകത്ത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എത്ര രൂപയാണ്, ഇപ്പോൾ ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുന്ന റേഷ്യോ 1:1:1 എന്നായിരിക്കാം, അല്ലെങ്കിൽ 3:2:1 എന്നായിരിക്കാം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ ബേസിസിൽ ആണെന്നായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇൻ കേസ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് അഥവാ ലോസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഏത് റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് അഥവാ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈക്വലി എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫേമുകളുടെ കേസിൽ പാർട്ട്നേഴ്സ് എങ്ങനെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ളത്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് അഥവാ ലോസ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ഒരുപാട് രണ്ട് അതിൽ കൂടുതൽ പാർട്ട്നേഴ്സ് എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് കിട്ടുന്നത് അതേപടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ടുപോയി ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. 2 പേരുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും ആ പ്രോഫിറ്റ് കൊടുക്കണം, 3 പേരുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും അത് കൊടുക്കണം. അപ്പം ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ എമൗണ്ട് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്നത്. അത് നമുക്ക് ഡയറക്റ്റ്ലി കൊണ്ടുപോയി ഈ ക്യാപിറ്റൽ അക്കൗണ്ട് 2-3 പേരുടെ ബാലൻസ് ഷീറ്റിലുള്ളിടത്ത് നമുക്കത് ആരുടെയെങ്കിലും ഒരാളുടെ ഇതിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിലൊരു പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം, പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം, പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട്, പിന്നീട് കിട്ടുന്ന മിച്ചമുള്ള പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാർട്ട്നേഴ്സിന് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ട്നേഴ്സിന് നമുക്ക് അവരുടെ റേഷ്യോയിലൊന്നും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതിന് ശേഷം മാത്രമേ മിച്ചമുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റുമായി ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മൾ ഒന്നെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ അവർ എഗ്രി ചെയ്തിട്ടുള്ള റേഷ്യോയിൽ അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ, അതും അല്ലെങ്കിൽ ഈക്വലി നമ്മൾ എന്ത് ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് മിയർലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ ദി പ്രോഫിറ്റ്സ് ആർ അപ്രോപ്രിയേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ് കാണിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ഈ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ത്രൂ ദിസ് അക്കൗണ്ട്. അപ്പോൾ ഈ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്? ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ കാണിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ്? നെറ്റ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ്ലി നമ്മുടെ പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിലൊന്നും നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി കൃത്യമായിട്ട് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ കുറേയധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടെന്നുള്ളത്. അതിലിപ്പോൾ ഒന്നാമത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റമാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു റിട്ടേൺ ആണ് എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത്. നോ ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി എഗ്രീഡ് അമംഗ് ദി പാർട്ട്നേഴ്സ്. ഈ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് തുടങ്ങുന്ന സമയത്തോ എപ്പോഴെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തരുന്നുണ്ട് എന്നുള്ള കാര്യം എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കത്തുള്ളൂ. When the deed specifically provides for it, interest on capital is credited to the partners at the agreed rate with reference to the time period for which a capital remained in the business during a financial year. അപ്പോൾ ഈ കൃത്യമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ഈ പാർട്ട്നേഴ്സിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പാർട്ട്ണർഷിപ്പ് ഫേം പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതും കൊടുക്കുന്നത് ഏത് റേറ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കൃത്യമായിട്ട് ഡീഡിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതും ഏത് ക്യാപിറ്റൽ എമൗണ്ടിനാണ് ആ ഫൈനാൻഷ്യൽ ഇയറിൽ മിച്ചമുള്ള ക്യാപിറ്റൽ എമൗണ്ടിന് വേണം എന്ത് ചെയ്യാൻ വേണ്ടി? ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ജനറലി പ്രൊവൈഡഡ് ഫോർ ഇൻ ടു സിറ്റുവേഷൻ. നോർമലി രണ്ട് സിറ്റുവേഷനുകളിലാണ് ഈ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, വെൻ ദി പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് അൺഈക്വൽ എമൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ബട്ട് ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. ഈ പാർട്ട്നേഴ്സ് 2-3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അവർ 3 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് എമൗണ്ട്സ് ആണെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 1,00,000 രൂപ, ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 50,000, ഒരാൾ 30,000. അങ്ങനെ 3 പേരും അൺഈക്വൽ ആയിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനാണ്. പക്ഷേ ഇവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം 3 പേർക്കും ഈക്വലിയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അൺഫെയർ സിറ്റുവേഷൻ ആണല്ലേ. ഒരാൾ 1,00,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും അയാൾക്ക് കിട്ടുന്ന 1,000 രൂപ, മറ്റേ ആൾ 50,000 കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അയാൾക്കും കിട്ടുന്നത് 1,000 രൂപ പ്രോഫിറ്റ്, മറ്റേ ആൾ 30,000 കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ അയാൾക്കും 1,000 രൂപ തിരിച്ചെന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അവിടെ ഒരു അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഇവർക്ക് ഈ പ്രോഫിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് 3 പേർക്കും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിനനുസരിച്ചൊരു റിട്ടേൺ ശരിക്കും കിട്ടുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ 1,00,000 കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്ക്
1,00,000 ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും. അടുത്ത ആൾക്ക് 50,000 കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്ക് 50,000 ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും. 30,000 കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്ക് 30,000 ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അവർക്ക് 3 പേർക്കും എന്ത് കിട്ടുന്നുണ്ട്? അവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ഒരു ഫെയർ ആയിട്ടുള്ളൊരു ഇൻകം കിട്ടുകയും ചെയ്യും. അവർക്ക് ഈക്വലി പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ ഇതാണ്. എല്ലാവർക്കും ഒരേ എമൗണ്ട് അല്ലെങ്കിൽ ഒരേ റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാമെന്ന് അംഗീകരിക്കും. പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈസ് സെയിം ബട്ട് പ്രോഫിറ്റ് ഷെയറിങ് ഈസ് അൺഈക്വൽ. ഇനി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സെയിം ആണ്, പക്ഷേ പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്നത് എന്താണ്? അൺഈക്വൽ ആണെന്ന് വിചാരിച്ചു. അതായത് ഇപ്പം ക്യാപിറ്റൽ 3 പേര് 10,000 രൂപ വീതം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ എയ്ക്ക് 3,000 രൂപ പ്രോഫിറ്റ് കൊടുക്കുന്നു, ബിക്ക് 2,000 രൂപ കൊടുക്കുന്നു, സിക്ക് 1,000 രൂപ പ്രോഫിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 3 പേർക്കും 3 എന്താണ് കിട്ടുന്നത്? ഷെയറാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള 3 പേരും ഒരേ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 3 പേർക്കും 3 ഷെയർ കിട്ടുമ്പോൾ അവിടെയും ഒരു അൺഫെയർ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിനുള്ള റിട്ടേൺ എങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു ഫെയർ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത് നോർമലി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോൾ മാത്രമേ കൊടുക്കത്തുള്ളൂ? പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് കൊടുക്കാം എന്നുള്ള എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് കൃത്യമായി ഡീഡിൽ പറഞ്ഞിട്ടുമുണ്ടായിരിക്കണം. ഏത് റേറ്റ് ആണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി വെൻ ദർ ആർ ബോത്ത് അഡീഷൻ, ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പാർട്ട്നേഴ്സിന് എത്ര രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓൺ ദി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദി ഹോൾ ഇയർ. അപ്പം ഒരു വർഷത്തെ നമുക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എത്ര രൂപയാണോ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഓരോരുത്തർക്കും ക്യാപിറ്റലുള്ളത് അതിന് ആ വർഷം മുഴുവൻ ഉള്ള എന്ത് കൊടുക്കണം? നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു 2-3 മാസം, ഈ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് എത്ര നാൾ തൊട്ടാണോ ആ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ ദിവസം തൊട്ട് ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് വരെയുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് ആരെങ്കിലും പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ വിഡ്രോ ചെയ്തത് അത് കുറച്ചിട്ടുള്ള എമൗണ്ടിന് മാത്രമേ അതിന് ശേഷമുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് 3 സിറ്റുവേഷൻസാണ് ക്യാപിറ്റലിൻ്റെ കേസിൽ വരാൻ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആദ്യം തൊട്ട് ആ ഫൈനാൻഷ്യൽ ഇയർ അവസാനം വരെ ഒരേ എമൗണ്ടായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ചില സമയത്ത് അവിടെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ പിന്നീട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ഉണ്ടായിരുന്ന ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് അവർ എടുത്തുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആദ്യം തൊട്ട് എത്ര രൂപയാണോ ക്യാപിറ്റൽ ഉള്ളത് അത് അതുപോലെ തന്നെ അവസാനം വരെ പ്രത്യേകിച്ച് അഡീഷണൽ വിഡ്രോവൽ ഒന്നും ഇല്ലാതാണ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് അതിന് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ നമ്മൾ എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് ആ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ അവർ ഇടയ്ക്ക് വെച്ച് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ എപ്പോഴെങ്കിലും കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആ ഹോൾ ഇയറിലെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഈ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്ന് തൊട്ടാണോ കൊണ്ടുവന്നത് അന്ന് തൊട്ട് ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് വരെയുള്ള മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും വിഡ്രോവൽ ഇൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ നടക്കുവാണ് ഈ ഫൈനാൻഷ്യൽ ഇയറിലുണ്ടെങ്കിൽ ആ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ടിന് മാത്രം എത്രയെങ്കിലും ഇപ്പോൾ 10,000 രൂപയായിരുന്നു ആദ്യം തൊട്ട് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ അതിലൊരു 5,000 രൂപ അയാൾ തിരിച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആദ്യം തൊട്ട് വിഡ്രോ ചെയ്യുന്ന ദിവസം വരെയുള്ള ക്യാപിറ്റലിന് അത്ര നാളത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ടിന് വിഡ്രോ ചെയ്തതിന് ശേഷവും ആ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ട്നേഴ്സ് ഫേമിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ടുകൾ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനവർ കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അത് പാർട്ട്നേഴ്സ് ഫേമിലേക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്. ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് മേ ഓൾസോ പ്രൊവൈഡ് ഫോർ ചാർജിങ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ മണി വിഡ്രോൺ ഔട്ട് ഓഫ് ദ ഫേം ബൈ ദി പാർട്ട്നേഴ്സ് ഫോർ ദെയർ പേഴ്സണൽ യൂസ്. ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സുകളോ അവരവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എമൗണ്ടുകൾ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മേലെ എന്ത് ചെയ്യേണ്ടതാണ്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അവർ ഫേമിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആസ് സ്റ്റേറ്റഡ് ഏർലിയർ, നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ് ഓൺ ദി ഡ്രോയിങ്സ് ഇഫ് ദെയർ ഈസ് നോ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ് അബൌട്ട് ഇറ്റ്. നേരത്തെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഡീഡിൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം അവരവരുടെ ഡീഡിൻ്റെ അകത്ത് പറയുകയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് എഗ്രി ചെയ്തിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ, അവർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഹൗഎവർ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് so provides for it, interest is charged at an agreed rate for the period for which the drawings have been made. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ്ലി പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഡീഡിൽ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഡ്രോയിങ്സ് നടത്തി കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് എഴുതിയിട്ടോ ഉണ്ടെങ്കിൽ എത്രയാണോ ആ റേറ്റ് പറയുന്നത് ആ എമൗണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. റിമൈൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫ്രം ദ പാർട്ട്നേഴ്സ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. എത്ര രൂപയാണോ അവർ ഡ്രോയിങ്സ് ആയിട്ട് എടുക്കുന്നത് ആ എമൗണ്ടിന് എത്ര നാൾ വരെയാണോ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എടുക്കുന്നത് അത്രയും നാളത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേ ചെയ്യേണ്ടതായിട്ട് വരും. ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡിസ്കറേജസ് എക്സസീവ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ബൈ ദ പാർട്ട്നേഴ്സ്. അപ്പം ഈ ഇൻട്രസ്റ്റ് എന്തിനാണ് ഡ്രോയിങ്സിന് മേലെ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒരുപാട് എമൗണ്ടുകൾ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വിഡ്രോ ചെയ്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മേലെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലിശ കൊടുക്കണമല്ലോ എന്ന് പേടിച്ചിട്ട് അവർ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ എപ്പോഴും ഡ്രോയിങ്സ് നടത്തുന്നത് ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ഈ ഡ്രോയിങ്സ് നടത്തുന്നതിൽ നിന്ന് ഒന്ന് ഡിസ്കറേജ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് കണ്ടു. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ പെടുന്ന 2 ഐറ്റംസാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇനി സാലറി ടു പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ സാലറി ടു കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.